ഈ യു ഡി എഫിനെ നമ്മൾ ഇന്ന് എടുത്ത് നോക്കിയാൽ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഇന്ന് യു ഡി എഫ് ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ലീഗ് കൃത്യമായി അവരുടെ സീറ്റുകളെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുകയും വളരുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് നേരെ തലകീഴായിട്ടുള്ള വളർച്ചയാണ് നമ്മൾ കാണുന്നത്? എന്താണ് കോൺഗ്രസിന് പറ്റിയത്? കോൺഗ്രസ് സംഘടനാ തലത്തിൽ സംഘടനാ പ്രവർത്തനം വേണ്ട തരത്തിൽ നിറവേറ്റി കൊണ്ടുപോയാൽ ഈ പറയുന്ന അഭിപ്രായം വരില്ല. കാരണം അവർക്ക് മുസ്ലിം ലീഗ് എന്നുള്ള നിലയിൽ അവർക്ക് കൊടുത്ത സീറ്റുകൾ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതനുസരിച്ച് കോൺഗ്രസും അതിനനുസരിച്ച് വളരണം. അത് വളരുക എന്ന് പറയുന്നത് സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോയെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഈ അവകാശവാദം പറയാൻ പറ്റത്തുള്ളൂ. ഈ കോൺഗ്രസിന്റെ വളർച്ച സംഘടനാപരമായ ദൗർബല്യമായിരുന്നു എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? കോൺഗ്രസിന്റെ വളർച്ചയല്ല, തളർച്ച എന്ന് ഞങ്ങൾ തളരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നോക്കുന്നത്. തളരാതെ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിലൂടെ കടന്നു വരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വരുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാം പിണറായി സർക്കാർ വരും എന്ന് ഇപ്പോൾ പ്രചരണം കൊടുക്കുക. അതിപ്പോൾ പ്രചരണം ഓരോ സ്ഥലത്തുമൊക്കെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ബോർഡുകൾ വെച്ച് പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കുക. 15-16 കോടി രൂപയാണ് അതിന് വേണ്ടി ചെലവഴിക്കുന്നത്. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അതുകൊണ്ട് വരും എന്ന് ആരും കരുതട്ടെ. പക്ഷെ ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഇല്ല എന്നുള്ള സത്യം താങ്കൾ അംഗീകരിക്കുന്നുണ്ട് ആസ് എ യു ഡി എഫ് കൺവീനർ? അല്ല, ലീഗ് ഇല്ലാതെ വരത്തില്ലല്ലോ. യു ഡി എഫിനകത്ത് മുഖ്യ കക്ഷി ലീഗാണ്. മുഖ്യകക്ഷി ലീഗാണ്. അല്ല, മുഖ്യകക്ഷി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞതെങ്കിലും കോൺഗ്രസ് കഴിഞ്ഞാൽ മുഖ്യകക്ഷി ലീഗ് തന്നെയാണ്, സംശയമില്ല. ലീഗ് ഒരു 30 സീറ്റെങ്കിലും മിനിമം ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് അവർ പലപ്പോഴായി പറയാറുണ്ട്. ആസ് എ യു ഡി എഫ് കൺവീനർ എന്താണ് താങ്കളുടെ? അത് എല്ലാവരുമായിട്ട് ആലോചിച്ച് പറയേണ്ട ഒരു മറുപടിയാണ്. ലീഗ് അവരുടെ അവകാശവാദം ഉന്നയിക്കാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ കോൺഗ്രസ് എന്നുള്ളതിൽ കോൺഗ്രസിൻ്റെ അവകാശവാദം ഉന്നയിക്കും. മറ്റു മുന്നണി സംവിധാനമുണ്ട്, അവരെയും ഇതിനകത്ത് കൂട്ടി നിർത്തണം. അവരുടേതായ അഭിപ്രായങ്ങളും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും. എല്ലാവരും ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളും പൂർണ്ണമായി നിറവേറ്റി കൊടുക്കാൻ പറ്റില്ല. അത് അവർക്കും അറിയാം, എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. ഇത്തവണ കൂടി തോറ്റാൽ ലീഗ് യു ഡി എഫ് വിടുമെന്നൊരു തീരുമാനം അവർ യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചു, കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്, ഇത്തവണ കൂടി തോറ്റാൽ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഞങ്ങൾ ഇത്തവണ യു ഡി എഫ് അധികാരത്തിൽ വരും. ഇതവണ 21-ലും കേട്ടിരുന്നു ഇങ്ങനെയൊക്കെ. അല്ലല്ല, 21 ഞാൻ പറഞ്ഞിട്ടില്ല. 21-ൽ അന്നത്തെ ആൾക്കാർ ഏത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. 21-ൽ അല്ല, ഞാൻ അന്ന് പാർലമെന്റ് മെമ്പറായിട്ടിരിക്കല്ലേ. ഞാനിവിടെ ഭരണത്തിൽ വരുന്ന കാര്യം ഏത് അങ്ങേക്ക് തോന്നിയിരുന്നു എവിടെ ഒരു പാളിച്ചുണ്ടെന്ന്? 2ാം തവണ പിണറായി വിജയൻ വരുമെന്ന് അങ്ങ്? അല്ല, ഒരു കാര്യം ഞാൻ പറയാം, പിണറായി വിജയൻ 2ാം തവണ അധികാരത്തിൽ വന്നത് എങ്ങനെ? അല്ലല്ലല്ലല്ല, ഞാൻ പറയാം, BJP-യുമായി ഉണ്ടാക്കിയ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ CPM പിടിച്ച വോട്ട്, BJP പിടിച്ച വോട്ട് ഒന്ന് താരതമ്യ പഠനം നടത്തിയാൽ മനസ്സിലാകും. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് കിട്ടിയ വോട്ട് എവിടെ പോയി? ആ കിട്ടിയ വോട്ട് ബഹുഭൂരിപക്ഷവും പോയത് CPM-ന് പോയി. കോൺഗ്രസിന്റെ വോട്ടും അതേപോലെ കുറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ വോട്ടും CPM-ന് പോയി എന്നല്ല. കോൺഗ്രസിന്റെ വോട്ട് അതേ കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല പൂർണ്ണമായി. അല്ല, ചില സ്ഥലങ്ങളിൽ പോയി കാണും, അല്ലെങ്കിൽ എല്ലാം പൂർണ്ണമായി അങ്ങനെ പോയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ BJP-യുമായി ഉണ്ടാക്കിയ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച്, അത് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഉണ്ടാക്കിയ അണ്ടർസ്റ്റാൻഡിങ്, അത് പിണറായി വിജയനും BJP-യും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്ത. എന്താ ഇവിടെ ഈ ലാവലിംഗ് കേസ് മാറ്റി കൊണ്ടുവന്നത്? സുപ്രീം കോടതിയാണോ? സുപ്രീം കോടതിയിൽ അത് മാറ്റി കൊണ്ടുപോകാനുള്ള കാരണം എന്താ? ഇപ്പൊ എത്ര 39 അപ്പോൾ അല്ല, ഞാൻ പറയുന്നത് 39-40 ആയല്ലോ. അപ്പൊ സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ പറയുന്നത് അനുസരിച്ച് കേസ് മാറ്റി കൊണ്ടുപോകുന്ന ഒരു കേന്ദ്ര സർക്കാർ പറയുന്ന അനുസരിച്ചല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, കേന്ദ്ര സർക്കാരിന് ഡയറക്റ്റ് നിർദ്ദേശമൊന്നും ആവശ്യമില്ലല്ലോ. അവിടെ ഹാജരാകുന്ന വക്കീല് അന്ന് ഹാജരാകാതിരുന്ന ഒരു അനുഭവം ഞാൻ പറയാം, ഇവിടുത്തെ പറയാം, അതോടെ വരണം. ഹാജരാകുന്ന വക്കീല് ആ സമയത്ത് ഹാജരാകാതിരുന്നാൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും മാറ്റും. അതാണല്ലോ നടക്കുന്നത്. അതാ പറഞ്ഞ ഒരു
നെക്സസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പൊ കാരണമാണ്. ആ നെക്സസ് 21 ഉണ്ടെങ്കിൽ ആ നെക്സസ് വേണമെങ്കിൽ 26 വരാമല്ലോ. അപ്പൊ പിന്നെ കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പുകയാവുന്നതാണോ? അല്ല അത് അല്ല, ആ നെക്സസ് 21 ഉണ്ടെങ്കിൽ അത് 26 വരാം. അല്ല 21 ഉണ്ടാക്കിയ നെക്സസ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം ഞങ്ങൾ നടത്തുന്നത്. അപ്പൊ 21 അറിയില്ലായിരുന്നു അത്. 21 അല്ല 21 അവരിങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ അട്ടിമറിക്കാൻ പോകുന്നു എന്ന് അന്ന് അത്രയും ഉദ്ദേശ ലക്ഷ്യമില്ല. അത് മാത്രമല്ല ഇവിടെ പിന്നെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വീടുകൾ കയറി ഇറങ്ങി പിന്നെ വോട്ട് കളക്ട് ചെയ്തുകൊണ്ട് പോയല്ലോ. ഏതാ ബിഗ് ഷോപ്പർ ഇട്ട് ആ ബിഗ് ഷോപ്പറിനകത്ത് പ്രായമുള്ള ആളുകൾ എത്ര 80 വയസ്സോ അങ്ങനെ കണ്ട് ഒരു പരിധി വെച്ചിട്ട് അവരുടെയൊക്കെ വോട്ടുകൾ കളക്ട് ചെയ്തുകൊണ്ട് പോയി. അത് കളക്ട് ചെയ്തുകൊണ്ട് പോയത് പിന്നെ ഈ ഇവിടുന്ന് ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും മറ്റും കിട്ടുന്ന ബിഗ് ഷോപ്പറിനകത്താണ്. ആ ബിഗ് ഷോപ്പറിനകത്ത് ഇട്ടുകൊണ്ട് പോയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ജി സുധാകരൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എടുത്ത് വെച്ച് വായിക്കാം. 89 കോൺഗ്രസ് എന്തിനായി നമ്മളുടെ നേരാവണ്ണം വർക്ക് ചെയ്യാതെ ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞിട്ട് ഇത്ര കോൺസ്പിറസി തിയറിയൊക്കെ അല്ല, ഇതിനകത്ത് കോൺസ്പിറസി തിയറി ഇത് ഉണ്ട് എന്ന് ജനങ്ങളറിയണ്ടേ? ജനങ്ങളറിയണമല്ലോ ഇത് ഇന്ന തരത്തിൽ നടന്നു. അന്ന് ഞാൻ പോയി പരാതി കൊടുക്കാൻ പോയതാണ്. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഞാനിവിടെ അന്നത്തെ ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ആരായിരുന്നു, ഞാൻ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. അന്ന് ആ കോവിഡിൻ്റെ സമയമാണ്. ആ കോവിഡിൻ്റെ സമയത്ത് ജനങ്ങളുടെ വികാരം ഇളക്കി വിടാൻ വേണ്ടിയൊക്കെ ചെയ്തു. പക്ഷേ അവിടെ പോകുന്ന ആരാ? CPMൻ്റെ ആളുകൾ, NGO യൂണിയൻ്റെ ആളുകൾ, പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ 2-3 പേര് പോലും, അതും ഇവരുമായി യോജിച്ച് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. എന്നിട്ട് ബിഗ് ഷോപ്പർ എടുക്കുക. ആ ബിഗ് ഷോപ്പർ എടുത്ത് കിട്ടുന്ന വോട്ടുകൾ ഇപ്പോൾ സുധാകരൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ആയിക്കോട്ടെ, ഞാൻ സത്യസന്ധമായിട്ട് അങ്ങനെ UDFന്റെ കൺവീനർ കോൺഗ്രസിന് ഒരു ഭയങ്കര കോൺഗ്രസിനുള്ള UDFന് തന്നെ വലിയ ലീഡർഷിപ്പ് ബാക്ക്ഗ്രൗണ്ട്, അതായത് ഒരു ലീഡർഷിപ്പ് ഇല്ലായ്മയുണ്ട്. നിങ്ങൾക്കകത്ത് തമ്മിലടി തീർന്നിട്ട് സമയമില്ല. നിങ്ങളുടെ ഒരു മെയിൻ സ്റ്റേ ആയിരുന്ന കേരള കോൺഗ്രസ് UDFന്റെ തന്നെ കയ്യിലിപ്പോണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. UDF ഏറ്റവും ദുർബലമായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതൊന്നും സോർട്ട് ഔട്ട് ചെയ്യാതെ പിണറായി വിജയനും BJP തമ്മിലുള്ള അവിഹിത ബന്ധം കാരണമാണ് ഇടതുപക്ഷം രണ്ടാമത് വന്നത് എന്ന് UDF പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ ഈ ഇലക്ഷൻ ജയിക്കുമെന്ന് താങ്കൾ കരുതുന്നു? അങ്ങനെ കരുതുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ സോഷ്യൽ ഗ്രൂപ്പും അല്ലെങ്കിൽ ഇപ്പോൾ വിട്ടുപോയിട്ടുള്ള ആളുകളും മറ്റുള്ള ആളുകളുമായി ഒക്കെ ഒരു ഡിസ്കഷൻ നടത്തി അവരെ കൂടി ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന നടപടിയിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ആലോചിക്കുക. അത് കൂട്ടായി ആലോചിച്ച് പറയേണ്ട മറുപടിയാണ്, ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതല്ല. എന്ന് വെച്ചാൽ അത് ഈ മുന്നണി സംവിധാനം എന്നുള്ള നിലയിൽ ആ മുന്നണി സംവിധാനത്തിലേക്ക് ആരൊക്കെയാണ് ഉണ്ടാകേണ്ടത്, അതൊരു അന്തിമഘട്ടത്തിലേക്കുള്ള ചർച്ച വരുന്നുണ്ടേ അതിനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കും.